Hi students, welcome to today's chemistry class, Biomolecules. Part 1. ഒരു ബയോമോളിക്യൂൾ എക്സാമ്പിൾ ആണ് കാർബോഹൈഡ്രേറ്റ്സ്. Carbohydrates are biomolecules used for energy and structural support. Breaking carbohydrates down provides us with energy. നമുക്കറിയാം ധാരാളം കാർബോഹൈഡ്രേറ്റ്സ് കിട്ടുന്ന ഫുഡുകളുണ്ട്. സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് ആർ ഫൗണ്ട് ഇൻ സച്ച് ആസ് ഫ്രൂട്ട്സ്, മിൽക്ക് ആൻഡ് വെജിറ്റബിൾസ്. അതിൽ നിന്നൊക്കെ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് കിട്ടും. പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ബേക്കറി പലഹാരങ്ങളായ കേക്ക്, കാൻഡി, അങ്ങനെ പലതരത്തിലുള്ള ബേക്കറി ഐറ്റംസിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ്സ് കിട്ടുന്നു. ദാറ്റ് പ്രൊഡ്യൂസസ് സിമ്പിൾ ഷുഗേഴ്സ് which also produces energy but lack of vitamins. നമുക്ക് വിറ്റാമിൻസ് അവിടെ വളരെ കുറവായിരിക്കും അങ്ങനെ ഉള്ള ഫുഡിൽ നിന്നുള്ളത്. നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നല്ലപോലെ കഴിക്കുക, അതിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് കിട്ടും. കാർബോഹൈഡ്രേറ്റ്സ് ആർ ബയോമോളിക്യൂൾസ് യൂസ്ഡ് ഫോർ എനർജി ആൻഡ് സ്ട്രക്ചറൽ സപ്പോർട്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന ബയോമോളിക്യൂൾസിനെ പറ്റിയാണ്. The biomolecules of life, lipids, nucleic acid, carbohydrates, proteins, ഇതെല്ലാം ബയോമോളിക്യൂൾസ് ആണ്. ബയോമോളിക്യൂൾസ് are produced by cells and living organisms. Biomolecules are produced by cells and living organisms. Biomolecules have a wide range of sizes and structures and perform a vast array of functions. The four major types of biomolecules are carbohydrates, lipids, nucleic acid and proteins. 4 major type biomolecules ആണ്. ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്. നമുക്ക് ഇവയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. All living organisms requires several compounds to continue to live. We call these compounds biomolecules. All of these biomolecules are organic. Biomolecules are organic, which means that they contain carbon. Carbon എന്ന് പറയുമ്പോൾ നമുക്കറിയാം carbon has 4 valence electron, which means this element forms strong covalent bond with many other elements. Catenation പ്രോപ്പർട്ടികളാണ് കാർബൺ. അന്നേരം ബയോമോളിക്യൂൾസിനകത്ത് മേജർ ഘടകമാണ് കാർബൺ. Also our biomolecules are formed by joining many small units together to form a long chain. ബയോമോളിക്യൂൾസിന്റെ സ്ട്രക്ചർ ആണ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് ബയോമോളിക്യൂൾസ്. ഏതൊക്കെയാണ് ബയോമോളിക്യൂൾ മേജർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബയോമോളിക്യൂൾസ് നമുക്കൊന്ന് പരിചയപ്പെടാം. കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, അമിനോ ആസിഡ്സ്, പ്രോട്ടീൻസ്, എൻസൈംസ്, ന്യൂക്ലിയോടൈഡ്സ്, ന്യൂക്ലിക് ആസിഡ്, വിറ്റാമിൻസ്, ഇതെല്ലാം നമ്മുടെ കാറ്റഗറി വരുന്നതാണ്. ഈ ബയോളജിക്കൽ മോളിക്യൂൾസ് ആയ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാല് ഷുഗർ മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. കാർബോഹൈഡ്രേറ്റ്സിന്റെ ഘടകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബോഹൈഡ്രേറ്റ്സിനകത്ത് പെടുന്നതാണ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോർമുല C6H12O6. ഗ്ലൂക്കോസ് പൊടിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഗ്ലൂക്കോസ് ഒരു മോണോസാക്രൈഡ് ആണ്, മെയ്ഡ് ബൈ പ്ലാന്റ്സ് ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ്. അതുപോലെ സെല്ലുലോസും ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. സെല്ലുലോസ് എന്ന് പറയുന്നത് പോളിസാക്രൈഡ് ആണ്. ഷുഗർ ദാറ്റ് മേക്സ് അപ്പ് സെൽ വോൾസ് ഇൻ പ്ലാന്റ്സ്. സ്റ്റാർച്ച് സ്റ്റാർച്ചും കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ആ കാർബോഹൈഡ്രേറ്റ്സ് യൂസ്ഡ് ഫോർ എനർജി സ്റ്റോറേജ് ഇൻ പ്ലാന്റ്സ്. പൊട്ടറ്റോയിലും അങ്ങനെ പലതരത്തിലുള്ള വെജിറ്റബിൾസിലൊക്കെ നമുക്ക് സ്റ്റാർച്ച് കിട്ടുന്നു. ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ ഫാറ്റ്സ് ഫ്രം ആനിമൽസ് ആൻഡ് ഓയിൽസ് ഫ്രം പ്ലാന്റ്സ് യൂസ് ടു സ്റ്റോർ എനർജി. ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് യൂസ് ടു സ്റ്റോർ എനർജി. അതുപോലെ ന്യൂക്ലിക് ആസിഡ്, DNA ആൻഡ് RNA ക്യാരി ജനറ്റിക് ഇൻഫർമേഷൻ. ഇതെല്ലാം ബയോളജിക്കൽ മോളിക്യൂൾ ആണ്, അല്ലെങ്കിൽ ബയോമോളിക്യൂൾസ് ആണ്. ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ makes up DNA and RNA composed of a sugar, a phosphate and a nitrogen base. ഇതൊക്കെയാണ് ബയോമോളിക്യൂൾസ്.
There are four main type of biomolecules ഉണ്ട്. ഒന്ന് കാർബോഹൈഡ്രേറ്റ്, കാർബോഹൈഡ്രേറ്റ് എനർജി സപ്പോർട്ട്, അതുപോലെ പ്രോട്ടീൻസ്, എൻസൈംസ്, അതുപോലെ സ്ട്രക്ചർ, ട്രാൻസ്പോർട്ട്, പിഗ്മെന്റ്സ്, സിഗ്നൽസ്, മൂവ്മെന്റ്, അങ്ങനെയുള്ളതിനൊക്കെ പ്രോട്ടീൻസ് ആവശ്യമുണ്ട്. അതുപോലെ ലിപ്പിഡ്സ്, സെൽ മെംബ്രെയിൻ സ്ട്രക്ചർ, അതുപോലെ എനർജി സ്റ്റോറേജ്, സിഗ്നൽസ്, സെല്ലുലാർ മെറ്റബോളിസം, ന്യൂക്ലിക് ആസിഡ് ആണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബയോമോളിക്യൂൾ. ഹെറിഡിറ്ററി ആൻഡ് പ്രോട്ടീൻ ഇൻഫർമേഷൻ, അതായത് ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഹെറിഡിറ്ററി. ആൻഡ് എനർജി സിഗ്നൽസ്, ഇതെല്ലാം ന്യൂക്ലിക് ആസിഡിന്റെ ആ ഫങ്ഷൻസ് ആണ്. നമുക്കിവിടെ 4 മെയിൻ ടൈപ്പ് ഓഫ് ബയോമോളിക്യൂൾസിനെ പരിചയപ്പെട്ടു: കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്. ഈ ബയോമോളിക്യൂൾസിന്റെ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്ന അമിനോ ആസിഡ് കൊണ്ടാണ്. അമിനോ ആസിഡ് ആണ് ബയോമോളിക്യൂളായ പ്രോട്ടീന്റെ ബിൽഡിംഗ് ബ്ലോക്ക്. പ്രോട്ടീന്റെ മേജർ ഫങ്ഷൻസ് ആണ് ബേസിക് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ സെല്ല്. അതുപോലെ ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് കൊണ്ടാണ് DNA. ഹെറിഡിറ്ററി ഇൻഫർമേഷൻ ആണ് DNA തരുന്നത്. റൈബോ ന്യൂക്ലിയോടൈഡ് ആണ് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് RNA. അതാണ് പ്രോട്ടീൻ സിന്തസിസിന് ഉപയോഗിക്കുന്ന മേജർ ഫംഗ്ഷൻ ആണ്. RNAയുടെ മേജർ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് പ്രോട്ടീൻ സിന്തസിസ്. DNA ഹെറിഡിറ്ററി ഇൻഫർമേഷൻ, അതുപോലെ RNA പ്രോട്ടീൻ സിന്തസിസ്. ഓർത്തിരിക്കുക എന്താണ് DNAയും RNAയും തമ്മിലുള്ള ഫംഗ്ഷനുള്ള വ്യത്യാസം. അതുപോലെ പോളിസാക്രൈഡ് സ്റ്റോറേജ് ഫോം ഓഫ് എനർജിയാണ് പോളിസാക്രൈഡ്. ബിൽഡിംഗ് ബ്ലോക്ക് മോണോസാക്രൈഡ്, അനേകം മോണോസാക്രൈഡ് കൂടി ചേർന്നാണ് പോളിസാക്രൈഡ് ഉണ്ടായിരിക്കുന്നത്. ഫാറ്റി ആസിഡും ഗ്ലിസറോളും കൂടി ചേർന്നാണ് ലിപ്പിഡ്സ് ഉണ്ടായിരിക്കുന്നത്. ലിപ്പിഡ്സിന്റെ മേജർ ഫംഗ്ഷൻ ആണ് സ്റ്റോറേജ് ഫോം ഓഫ് എനർജി ടു മീറ്റ് ലോങ് ടൈം ഡിമാൻഡ്സ്. ഇതാണ് മേജർ ഫംഗ്ഷൻസ്. ബയോമോളിക്യൂൾസിനെ നമ്മൾ മൈക്രോ മോളിക്യൂൾസും മാക്രോ മോളിക്യൂൾസും തിരിച്ചിരിക്കുന്നു. മൈക്രോ മോളിക്യൂൾസിന് എക്സാമ്പിൾ ആണ് അമിനോ ആസിഡ്, ഷുഗേഴ്സ്, ന്യൂക്ലിയോടൈഡ്സ്, ലിപ്പിഡ്സ്. ഇനി മാക്രോ മോളിക്യൂൾസ് ആണ് പോളിസാക്കറൈഡ്, ന്യൂക്ലിക് ആസിഡ്, പ്രോട്ടീൻസ്. ഇതെല്ലാം ഇതിന്റെ മോളിക്കുലർ വെയിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചിരിക്കുന്നത്. നമ്മള് മേജർ ടൈപ്പ് ആയിട്ടുള്ള ബയോമോളിക്യൂൾ ആയ കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് എന്താണ്? നമുക്ക് കാർബോഹൈഡ്രേറ്റ് നോക്കാം. കാർബോഹൈഡ്രേറ്റ്സ് ആർ ദ മോസ്റ്റ് അബണ്ടന്റ് ഓർഗാനിക് മോളിക്യൂൾ ഇൻ നേച്ചർ. പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾ ആണ് കാർബോഹൈഡ്രേറ്റ്. The term carbohydrate is derived from the French term hydrate de carbone, that is hydrate of carbon എന്നാണ് അതിന്റെ അർത്ഥം. കാർബോഹൈഡ്രേറ്റിന്റെ അർത്ഥം ഹൈഡ്രേറ്റ് ഓഫ് കാർബൺ. ഇതിന്റെ കാർബോഹൈഡ്രേറ്റിന്റെ ജനറൽ ഫോർമുല നമ്മൾ എടുക്കുകയാണെങ്കിൽ CnH2ON, അതായത് ഇതാണ് കാർബൺ. ഈ കാർബണിന്റെ ഹൈഡ്രേറ്റ് ആണ് കാർബോഹൈഡ്രേറ്റ്. നമുക്ക് അതിന്റെ ജനറൽ ഫോർമുല എഴുതാം. CN എന്ന് പറഞ്ഞാൽ 1 2 3 ഏത് നമ്പർ വേണമെങ്കിലും ആകാം. H2O N ആയിരുന്നു, അതാണ് ഹൈഡ്രേറ്റ്. H2ON. Carbohydrates are defined as organic substance having carbon, hydrogen and oxygen. കാർബോഹൈഡ്രേറ്റ്സിനകത്ത് 3 ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. Wherein hydrogen and oxygen are the ratio 2:1 as found in H2O. H2Oയിൽ കാണപ്പെടുന്നു. 2:1 ആണ്. നമുക്ക് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അതുകൊണ്ട് ജനറൽ ഫോർമുല CnH2ON എന്ന് എഴുതാം. The word carbohydrates is derived from the general formula CH2ON that makes the hydrate of carbon. The term carbohydrates and saccharides are closely related. ആണ്. The most abundant carbohydrates are polysaccharide. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പോളിസാക്കറൈഡ് ആണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാർബോഹൈഡ്രേറ്റ് ഇൻ ദ ബോഡി നമ്മുടെ മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്നത് ഗ്ലൂക്കോസ് ആണ്. ബ്ലഡ് ഷുഗർ എന്നും നമ്മുടെ ഗ്ലൂക്കോസിനെ വിളിക്കുന്നു. Carbohydrates may be defined as polyhydroxy aldehyde or polyhydroxy ketone. നമ്മൾ ആൽഡിഹൈഡ് ഗ്രൂപ്പും കീറ്റോണിക് ഗ്രൂപ്പിന്റെ ഒക്കെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഒക്കെ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? ആൽഡിഹൈഡും കീറ്റോണും. അന്നേരം കാർബോഹൈഡ്രേറ്റ്സിനെ നമുക്ക് പൊതുവായിട്ട് പറയാം പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ പോളിഹൈഡ്രോക്സി കീറ്റോൺ. ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസ് ഇതിനകത്ത് ഇവിടെ നമുക്ക് ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് അത് ആൽഡോസ് എന്ന് പറയാം. ആൽഡോസ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് കാണുന്നു. അതുപോലെ കീറ്റോണിക് ഗ്രൂപ്പാണ് ഫ്രക്ടോസിനകത്ത് കാണുന്നത്. ഫ്രക്ടോസ് രണ്ടിന്റെയും ജനറൽ ഫോർമുല C6H12O6 ആണ്. എന്നാൽ ഗ്ലൂക്കോസിനകത്ത് കാണപ്പെടുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ഗ്രൂപ്പുമാണ്. ഫ്രക്ടോസിനകത്ത് കാണപ്പെടുന്നത് കീറ്റോണിക് ഗ്രൂപ്പുമാണ്.
Carbohydrates may be defined as polyhydroxy aldehyde or a polyhydroxy ketone. എന്തൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്സിന്റെ ഫങ്ഷൻസ്? കാർബോഹൈഡ്രേറ്റ്സ് സെർവ് ആസ് എ മേജർ സോഴ്സ് ഓഫ് എനർജി ഇൻ ആനിമൽ ബോഡി. നല്ലൊരു എനർജി സപ്ലൈ ചെയ്യുന്നതാണ് കാർബോഹൈഡ്രേറ്റ്സ്. ദേ ആർ എസെൻഷ്യൽ കമ്പോണൻസ് ഓഫ് പ്രൊഡക്ഷൻ, ടെമ്പറേച്ചർ, control and proper functioning of different parts of animal body. They are essential components of milk as lactose. Lactose. Milkinathu കാണപ്പെടുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് ലാക്ടോസ്. They are stored as glycogen. Glycogen. Excess of carbohydrates in the diet is converted into fat and stored in the fat depot. These are reserve energy material of the body in liver and muscles of animals and starch in plants. നമ്മള് കാർബോഹൈഡ്രേറ്റ്സിനെ ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. എക്സസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണത്. നമുക്ക് ഡയറ്റിൽ കൂടി എക്സസോട് കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നു, അത് ഗ്ലൈക്കോജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് ആ ഗ്ലൈക്കോജൻ നമുക്ക് പിന്നീട് ദാറ്റ് റിസർവ് എനർജിയുടെ ഒരു റിസർവ് ആയിട്ട് അത് ഇവിടെ ഉപയോഗിക്കുന്നു. ആവശ്യം വരുമ്പോൾ അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്ക് എനർജി കിട്ടുന്നു. കാർബോഹൈഡ്രേറ്റ്സ് ആർ ഹെൽപ്ഫുൾ ഇൻ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം ആൻഡ് ഫോസ്ഫറസ് ഇൻ യങ്ങർ ആനിമൽസ്. കാർബോഹൈഡ്രേറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Carbohydrates are helpful in absorption of calcium and phosphorus in younger animals. They help the secretion of digestive juice in gastrointestinal tracts. നമ്മുടെ ശരീരത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ് കാർബോഹൈഡ്രേറ്റ്സ്. ഈ നമ്മുടെ ഡയറ്റിൽ നിന്ന്, നമുക്ക് ഫുഡിൽ നിന്നൊക്കെ കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടണം. ചിലര് ഡയറ്റിംഗ് ഒക്കെ നടത്തും, അതായത് വണ്ണമൊക്കെ കുറയ്ക്കാൻ വേണ്ടി കാർബോഹൈഡ്രേറ്റ്സിനെ അങ്ങ് പാടെ അങ്ങ് ഒഴിവാക്കിക്കൊണ്ട് കീറ്റോ ഡയറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ പലതരത്തിലുള്ള പ്രോസസ് ഒക്കെ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എന്നിട്ട് കൂടുതലായിട്ട് പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന ഫുഡ്, മാംസം, മത്സ്യം അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് തീരെ കുറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് വളരെ കേടാണ്. അങ്ങനെ പ്രോട്ടീൻ്റെ അളവ് കൂടുമ്പോൾ അല്ലെങ്കിൽ അത് നമ്മുടെ കിഡ്നിയൊക്കെ അത് ബാധിക്കുന്നു. കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ശരീരത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ്. കാർബോഹൈഡ്രേറ്റ്സിന്റെ എല്ലാം നമ്മുടെ ശരീരത്തിന് ഓരോ അളവിൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് എല്ലാം അടങ്ങിയ സമീകൃത ആഹാരം കഴിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമാണ്. കാർബോഹൈഡ്രേറ്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. The ratio of these elements is roughly 1 carbon, 2 hydrogen, 1 oxygen എന്നാണ്. On the basis of hydrolysis നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിനെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. മോണോസാക്രൈഡ്, അതുപോലെ പലതരത്തിലുള്ള ഒളിഗോസാക്രൈഡ്സ്, പോളിസാക്രൈഡ്സ് എന്നൊക്കെ തിരിച്ചിരിക്കുന്നു. കാർബോഹൈഡ്രേറ്റ്സ് ആർ ക്ലാസിഫൈഡ് ആസ് മോണോസാക്രൈഡ്, ഒളിഗോസാക്രൈഡ്, പോളിസാക്രൈഡ്. ഈ കാർബോഹൈഡ്രേറ്റ്സിനെ 2 ടൈപ്പായിട്ട് നമുക്ക് വേറെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആ ക്ലാസിഫിക്കേഷൻ ഷുഗറും നോൺ ഷുഗറുമായിട്ട്. ഷുഗർ എന്ന് പറഞ്ഞാൽ മോണോസാക്രൈഡും ഒളിഗോസാക്രൈഡ്സും ഒക്കെ ഷുഗറിൽ പെടുന്നതാണ്. മോണോസാക്രൈഡ് നമ്മൾ മനസ്സിലാക്കിയായിരുന്നു, ആൾഡോസും കീറ്റോസും ഉണ്ട്. ആൾഡിഹൈഡ് ഗ്രൂപ്പും കീറ്റോണിക് ഗ്രൂപ്പും ഉള്ളതാണ് മോണോസാക്രൈഡ്സ്. അതുപോലെ ഒളിഗോസാക്രൈഡ്സ് എക്സാമ്പിൾ ഡൈസാക്രൈഡ്സ്, ട്രൈസാക്രൈഡ്സ്, അങ്ങനെ പലതരത്തിലുള്ള ഒളിഗോസാക്രൈഡ്സ്. അതെല്ലാം ഷുഗേഴ്സ് എന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്നു. അടുത്ത് നോൺ ഷുഗേഴ്സ്, പോളിസാക്രൈഡ് ഇതിനകത്ത് വരുന്നതാണ് നോൺ ഷുഗേഴ്സ്. കാർബോഹൈഡ്രേറ്റ്സ് 2 ടൈപ്പ്, ഷുഗേഴ്സും നോൺ ഷുഗേഴ്സും ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. മോണോസാക്രൈഡും ഒളിഗോസാക്രൈഡ്സ് ഷുഗേഴ്സ് ആണ്, നോൺ ഷുഗേഴ്സ് ആണ് പോളിസാക്രൈഡ്സ്. ഓക്കെ, നമ്മള് 3 ഇതായിട്ട് തിരിക്കുകയാണ് കാർബോഹൈഡ്രേറ്റ്സിനെ. ഓൺ ദി ബേസിസ് ഓഫ് ഹൈഡ്രോളിസിസ് ആണ്. എങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്? മോണോസാക്രൈഡ്സ് ബേസിക് യൂണിറ്റ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് കനോട്ട് ബി ഹൈഡ്രോളൈസ്ഡ് ഇൻടു സ്മോളർ യൂണിറ്റ്സ്. ഈ മോണോസാക്രൈഡ് നമ്മൾ പിന്നെ ഹൈഡ്രോളിസിസ് ചെറിയ സിമ്പിൾ ഗ്രൂപ്പാക്കി മാറ്റാൻ സാധിക്കാത്ത കാർബോഹൈഡ്രേറ്റ്സിനെ മോണോസാക്രൈഡ്സ് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം, ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ഗ്രൂപ്പ്. ഇനി കാർബോഹൈഡ്രേറ്റ്സിനെ ഒളിഗോസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ ബി ഫർദർ ഹൈഡ്രോളിസ്ഡ്. ഒളിഗോസാക്രൈഡ്സിനെ ഹൈഡ്രോളിസിസ് ചെയ്താൽ അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് കിട്ടുന്നു. എക്സാമ്പിൾ ഡൈസാക്രൈഡ്, ട്രൈസാക്രൈഡ്, ടെട്രാസാക്രൈഡ് ഒക്കെ ഒളിഗോസാക്രൈഡ് ആണ്. അടുത്താണ് പോളിസാക്രൈഡ്. നോൺ ക്രിസ്റ്റലൈൻ, നോൺ സോലുബിൾ ഇൻ വാട്ടർ, ടേസ്റ്റ്ലെസ്, ഓൺ ഹൈഡ്രോളിസിസ് ഗീവ്സ് മോണോസാക്രൈഡ്. നമ്മൾ ധാരാളം മോണോസാക്രൈഡ് കിട്ടുന്നു പോളിസാക്രൈഡിനെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോളിസാക്രൈഡിന് സ്റ്റാർച്ച്, കഞ്ഞിവെള്ളം അല്ലെ, സ്റ്റാർച്ച്, സെല്ലുലോസ് ഒക്കെ എന്താണ് പോളിസാക്രൈഡ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ്സിന് 3ആയിട്ട് തിരിച്ചിരിക്കുന്നു ഓൺ ദ ബേസിസ് ഓഫ് ഹൈഡ്രോളിസിസ്. മോണോസാക്രൈഡ്സ്, ഒളിഗോസാക്രൈഡ്സ്, പോളിസാക്രൈഡ്സ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണ് മോണോസാക്രൈഡ്സ്. അതിന് നമുക്ക് ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ കനോട്ട് ബി ഹൈഡ്രോളിസിസ് ഇൻടു സ്മോളർ യൂണിറ്റ്സ്. ഓർത്തിരിക്കുക,
ബേസിക് യൂണിറ്റ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് മോണോസാക്രൈഡ്സ്. മോണോസാക്രൈഡ്സ് cannot be hydrolyzed into simpler units. കാർബോഹൈഡ്രേറ്റ്സിന് നമുക്ക് ജനറൽ ഫോർമുല CH2ON ടൈംസ് എന്ന് പറയാം. മോണോസാക്രൈഡ്സ് സിമ്പിൾ ഷുഗേഴ്സ് വിത്ത് എ മൾട്ടിപ്പിൾ OH ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് കാർബൺ. 3 ആകാം, 4 ആകാം, 5 ആകാം, 6 ആകാം. 6 കാർബൺ ഉണ്ടെങ്കിൽ അത് ആ മോണോസാക്രൈഡിന്റെ പേരാണ് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രക്ടോസ് എന്ന് പറയാം. മോണോസാക്രൈഡ് ഇസ് 3 കാർബൺ ആണെങ്കിൽ ട്രയോസ്, 4 കാർബൺ ആണെങ്കിൽ ടെട്രോസ്, 5 കാർബൺ ആണെങ്കിൽ പെന്റോസ്, 6 കാർബൺ ആണെങ്കിൽ ഹെക്സോസ്. അങ്ങനെയാണ് മോണോസാക്രൈഡിന്റെ പേരിടുന്നത്. മോണോസാക്രൈഡ് ഒന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാം. മോണോസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഷുഗേഴ്സ് ആണ്. സിമ്പിൾ ഷുഗേഴ്സ് വിത്ത് എ മൾട്ടിപ്പിൾ OH ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് കാർബൺസ്. എ മോണോസാക്രൈഡ് ഈസ് എ ട്രയോസ്, ടെട്രോസ്, പെന്റോസ് ഓർ ഹെക്സോസ്. എന്താണ് ഒളിഗോസാക്രൈഡ്സ്? 2 to 10 മോണോസാക്രൈഡ്സ് അടങ്ങിയതാണ് ഒളിഗോസാക്രൈഡ്സ്. കോവാലന്റ്ലി ലിങ്ക്ഡ് ഒളിഗോസാക്രൈഡ്സ്. പോളിസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ പോളിമേഴ്സ് കൺസിസ്റ്റിംഗ് ഓഫ് ചെയിൻസ് ഓഫ് മോണോസാക്രൈഡ്സ് ഓർ ഡൈസാക്രൈഡ് യൂണിറ്റ്സ്. പോളിസാക്രൈഡ് പോളിമേഴ്സ് ആണ് കൺസിസ്റ്റിംഗ് ഓഫ് ചെയിൻസ് ഓഫ് മോണോസാക്രൈഡ് ഓർ ഡൈസാക്രൈഡ് യൂണിറ്റ്. ഓക്കെ, നമുക്ക് കാർബോഹൈഡ്രേറ്റ്സിന്റെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ മോണോസാക്രൈഡിനെ പറ്റി നമുക്ക് പഠിക്കാം. മോണോസാക്രൈഡ് 1, അതായത് ഷുഗർ ആണ്. മോണോസാക്രൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ എക്സാമ്പിൾ നമുക്ക് പറയാം ഗ്ലൂക്കോസ് മോണോസാക്രൈഡിന് എക്സാമ്പിൾ ആണ്. Monosaccharides are subdivided into different groups depending upon the function group. ആൾഡോസും കീറ്റോസും. എന്താണ് ആൾഡോസ്? ആൽഡിഹൈഡ് ഗ്രൂപ്പായ CHO ഗ്രൂപ്പ് അടങ്ങിയിരിക്കുന്നതിനാണ് ആൾഡോസ് എന്ന് പറയുന്നത്. കീറ്റോണിക് ഗ്രൂപ്പായ CO ഗ്രൂപ്പ് ആണെങ്കിൽ അത് കീറ്റോസ് എന്ന് പറയും. ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം ദേ പോസസ് ട്രയോസസ്. ട്രയോസസ് എന്ന് പറഞ്ഞാൽ 3 കാർബൺ അടങ്ങിയ മോണോസാക്രൈഡിനെ ട്രയോസസ്, 4 കാർബൺ അടങ്ങിയതിനെ ടെട്രോസ്, 5 കാർബൺ പെന്റോസ്, 6 കാർബൺ ആണ് ഹെക്സോസ്, 7 കാർബൺ ആണ് ഹെപ്റ്റോസ്. ഓക്കെ, മോണോസാക്രൈഡ്സ് നമ്പർ ഓഫ് കാർബൺ 3 ആണെങ്കിൽ ട്രയോസസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൾഡോസസ് എക്സാമ്പിൾ ആണ് ഗ്ലിസറാൾഡിഹൈഡ്. ഈ ആൾഡോസ് എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ് മോണോസാക്രൈഡിനകത്തെ ആ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. അതുകൊണ്ടാണ് ഗ്ലിസറാൾഡിഹൈഡ്. 3 കാർബൺ അടങ്ങിയ കീറ്റോണിക് ഗ്രൂപ്പാണ് ഡൈഹൈഡ്രോക്സി അസെറ്റോൺ. അതുപോലെ മോണോസാക്രൈഡ് 4 കാർബൺ ഉണ്ട്, അതാണ് ആ ടൈപ്പാണ് ടെട്രോസ്. ടെട്രോസിനകത്ത് ആൾഡോസസ് ആണ് എറിത്രോസ്, കീറ്റോസ് ആണ് എറിത്രോളോസ്. നമ്മൾ ഇതൊന്നും മനസ്സിലാക്കുന്നതേ ഉള്ളൂ കേട്ടോ, പേരൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്ന് പറയുന്നതേ ഉള്ളൂ. 5 കാർബൺ ആണ് പെന്റോസസ്. ആൾഡോസസിന് എക്സാമ്പിൾ ആണ് റൈബോസ്, സൈലോസ്. കീറ്റോസിന് എക്സാമ്പിൾ ആണ് റൈബുലോസ്, സൈലൂസ്. അടുത്ത 6 കാർബൺ ആണെങ്കിൽ ഹെക്സോസ്. ഹെക്സോസിന് ആൾഡോസസ് ആണ്, അതായത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് അടങ്ങിയ മോണോസാക്രൈഡ് ആണ് ഗ്ലൂക്കോസ്, ഗാലക്ടോസ്. ഓർത്തിരിക്കുക, ഗ്ലൂക്കോസും ഗാലക്ടോസും. കീറ്റോസ് എന്ന് പറഞ്ഞാൽ ഫ്രക്ടോസിനകത്ത് ഫംഗ്ഷൻ ഗ്രൂപ്പ് കീറ്റോണിക് ഗ്രൂപ്പാണ്. അതായത് RC ഡബിൾ ബോണ്ടോ R എന്നുള്ള കൺസെപ്റ്റ് നോക്കുക. ഇനി അടുത്താണ് ഹെപ്റ്റോസ്. 7 കാർബൺ അടങ്ങിയാണ് ഹെപ്റ്റോസ്. ആൽഡിഹൈഡ് ഗ്രൂപ്പ് അടങ്ങിയതാണ് ഗ്ലൂക്കോ ഹെപ്റ്റോസ്. അതുപോലെ കീറ്റോസ് ആണ് സെഡോഹെപ്റ്റിലോസ്. ഓക്കെ, ഇത് നമ്മളൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഈ ഹെക്സോസ് നമ്മൾ ബൈഹാർട്ട് ആക്കണം. ഹെക്സോസിന് ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, ഫ്രക്ടോസ് എന്നുള്ള കാര്യം. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് അടങ്ങിയതാണ് ഗ്ലൂക്കോസ്. കീറ്റോണിക് ഗ്രൂപ്പ് അടങ്ങിയതാണ് ഫ്രക്ടോസ്. 6 കാർബൺ, അതുകൊണ്ട് ഹെക്സോസസ് എന്നാണ് അറിയപ്പെടുന്നത്. ഹെക്സോസസ്. ഇവിടെ നമ്മള് ഗ്ലൂക്കോസും പലതരത്തിലുള്ള ഡൈസാക്രൈഡ്സ്, അതായത് മാൾട്ടോസ്, ഗ്ലൂക്കോസ് ആണ് അടങ്ങിയിരിക്കുന്നത്. അവിടെ ലാക്ടോസ് എന്ന് പറഞ്ഞാൽ മിൽക്കിൽ കാണപ്പെടുന്നതാണ് ലാക്ടോസ്. ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ്. ഗ്ലൂക്കോസും ഗാലക്ടോസും കൂടെ കൂടി ചേർന്നാണ് ഇപ്പൊ നമ്മൾ പഠിച്ച മോണോസാക്രൈഡ്. പലതരത്തിലുള്ള മോണോസാക്രൈഡ് പഠിച്ചല്ലേ, ആ മോണോസാക്രൈഡുകൾ കൂടി ചേർന്ന് ആണ് ഡൈസാക്രൈഡ് ഉണ്ടാകുന്നത്. ഗ്ലൂക്കോസും കൂടെ കൂടി ചേർന്ന് മാൾട്ടോസ് ഉണ്ടാകുന്നു. ഗ്ലൂക്കോസും ഗാലക്ടോസും കൂടെ കൂടി ചേർന്ന് ലാക്ടോസ് ഉണ്ടാകുന്നു. ലാക്ടോസ് പാലിൽ കാണപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ് ആണ്. അതുപോലെ സുക്രോസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടെ കൂടി ചേർന്നാണ്. നമ്മൾ ഇത് ഓർത്തിട്ട് മോണോസാക്രൈഡ് കൂടി ചേർന്നാണ് ഡൈസാക്രൈഡ് ഉണ്ടായിരിക്കുന്നത്, സുക്രോസ്. Monosaccharides എന്ന് പറഞ്ഞാൽ they are the simplest carbohydrates that cannot be broken into smaller units on hydrolysis. നമ്മൾ ഇത് കാണാൻ പഠിക്കണം. മോണോസാക്രൈഡിന്റെ ഡെഫിനിഷൻ ബോർഡ് എക്സാമിൽ ചിലപ്പോൾ ചോദിക്കാം. എന്താണ് മോണോസാക്രൈഡ്സ്? ഗീവ് എക്സാമ്പിൾ. മോണോസാക്രൈഡ്സിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിക്കുകയാണ്.
Monosaccharides are the simplest carbohydrates. ഏറ്റവും simplest ആയിട്ടുള്ള carbohydrate ആണ് monosaccharides. That cannot be broken into smaller units on hydrolysis. അതിനെ വെള്ളം ചേർത്താൽ, അതായത് ഹൈഡ്രോളിസിസ് നടത്തിയാൽ ആ കാർബോഹൈഡ്രേറ്റ് cannot be broken into smaller units. ഓക്കെ, ഇതിനെയാണ് മോണോസാക്രൈഡ്സ്. എന്താണ് ഡെഫിനിഷൻ മോണോസാക്രൈഡിന്റെ? Monosaccharides are the simplest carbohydrates that cannot be broken into smaller units on hydrolysis. മനസ്സിലായിട്ടുണ്ട്? ഇനി ആൾഡോസസ് 6 കാർബൺ അടങ്ങിയിരിക്കുന്ന കാർബണാണ് കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലൂക്കോസ്. അതൊരു ആൾഡോസിൽ എക്സാമ്പിൾ ആണ്. ഹാവ് ആൻ ആൽഡിഹൈഡ് ഗ്രൂപ്പ് അറ്റ് 1N. ഇവിടെ C ഡബിൾ ബോണ്ട് OH. ഗ്ലൂക്കോസിന്റെ ഫോർമുല നമുക്ക് നോക്കാം. C6 6 കാർബൺ നിരത്തി നമ്മൾ എഴുതിയിരിക്കണം. 1 2 3 4 5 6 കാർബൺ. ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്ന ആൽഡിഹൈഡ് ഗ്രൂപ്പാണ് C ഡബിൾ ബോണ്ട് OH, പിന്നെ COHH, CHOH, അങ്ങനെ ഒന്ന് അവസാനം CH2OH വന്നിരിക്കുന്നു. ഇവിടെ ഇതൊരു ഗ്ലൂക്കോസ് ആണ്. ഇനി എന്താണ് ഫ്രക്ടോസ്? ഫ്രക്ടോസ് എന്ന് പറഞ്ഞാൽ C6H12O6 ആണ്. ഹാവ് എ കീറ്റോ ഗ്രൂപ്പാണ്. ഇവിടെ രണ്ടാമത്തെ കാർബണിലാണ് CO ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. ഹാവ് എ കീറ്റോ ഗ്രൂപ്പ് യൂഷ്വലി അറ്റ് C2, രണ്ടാമത്തെ കാർബൺ C2 കാർബണിലാണ് ഡബിൾ ബോണ്ട്. നമുക്ക് ഇത് നോക്കാം. ഇതിവിടെ RC ഡബിൾ ബോണ്ടോ R എന്നുള്ള ഒരു കൺസെപ്റ്റിലിട്ട് പറയുന്നത് കീറ്റോണിക് ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. ഇതാണ് കീറ്റോസസ്. എക്സാമ്പിൾ ഫ്രക്ടോസ്. ഓർത്തിരിക്കുക, നമ്മളിപ്പം പഠിച്ചത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ്. ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ആൾഡോസസ് ആണ്, ഫ്രക്ടോസ് എന്ന് പറഞ്ഞാൽ കീറ്റോസസ്. ഓക്കെ, മോണോസാക്രൈഡ്സ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം. മോണോസാക്രൈഡിനെ പലതായിട്ട് തിരിച്ചിരിക്കുകയാണ്. ട്രയോസസ്, എക്സാമ്പിൾ ഗ്ലിസറാൽഡിഹൈഡ്. ടെട്രോസസ് 4 കാർബൺ, എറിത്രോസസ്. പെന്റോസസ് 5 കാർബൺ, റിബുളോസ്. ഹെക്സോസസ് പലതരത്തിലുള്ള എക്സാമ്പിൾ ഉണ്ട്, നമ്മളൊന്ന് പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ കേട്ടോ. 6 കാർബൺ. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, മാനോസ് എക്സാമ്പിൾ ആണ്. ഹെപ്റ്റോസ് എന്ന് പറഞ്ഞാൽ 7 കാർബൺ. ഇനി ബേസ്ഡ് ഓൺ ദ ഫംഗ്ഷണൽ ഗ്രൂപ്പ് അനുസരിച്ച് മോണോസാക്രൈഡിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, ആൾഡോസും കീറ്റോസും. ആൾഡോസിൽ ദ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഈസ് ആൽഡിഹൈഡ് CHO. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൾഡോസിന് ഗ്ലിസറാൽഡിഹൈഡും ഗ്ലൂക്കോസും ആൾഡോസിന് എക്സാമ്പിൾ ആണ്. ഗ്ലിസറാൽഡിഹൈഡിലും ഗ്ലൂക്കോസിനകത്തും CHO ഗ്രൂപ്പാണ് ഉള്ളത്. അതുപോലെ കീറ്റോസ് എന്ന് പറഞ്ഞാൽ ദ ഫംഗ്ഷണൽ ഗ്രൂപ്പ് കീറ്റോൺ ആണ്. ഫംഗ്ഷണൽ ഗ്രൂപ്പ് കീറ്റോൺ, അതായത് CO. എക്സാമ്പിൾ ഫ്രക്ടോസ്. വേറൊരു എക്സാമ്പിൾ ആണ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതും എന്താണ് കീറ്റോസസിന് എക്സാമ്പിൾ ആണ്. നമ്മളിപ്പം ഗ്ലിസറാൽഡിഹൈഡ് ട്രയോസസ് ആണ്. ഗ്ലിസറാൽഡിഹൈഡിന്റെ ഫോർമുല C3H6O3 എന്നാണ്. അതായത് നമ്മളിവിടെ മോണോസാക്രൈഡിനെ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് കാർബൺ ആറ്റം അനുസരിച്ച് തിരിച്ചിരിക്കുന്നു. അതായത് 3 കാർബൺ ആണെങ്കിൽ 4 കാർബൺ ആണെങ്കിൽ അങ്ങനെ 7 വരെ നമ്മൾ തിരിച്ചിരിക്കുന്നു. അതുപോലെ മോണോസാക്രൈഡിനെ ബേസ്ഡ് ഓൺ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് ആൾഡോസസും കീറ്റോസും ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഓക്കെ, മോണോസാക്രൈഡിനെ പറ്റി നമുക്കെല്ലാം മനസ്സിലായല്ലേ? എന്താണ് മനസ്സിലായത്? മോണോസാക്രൈഡിനകത്ത് 2 ക്ലാസിഫിക്കേഷൻ ആണ്. ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം അനുസരിച്ചും ബേസ്ഡ് ഓൺ ഫംഗ്ഷണൽ ഗ്രൂപ്പ് അനുസരിച്ചും ആൾഡോസസും കീറ്റോസസും ആയിട്ട് തിരിച്ചിരിക്കുന്നു. Aldoses, a carbohydrate that contain an aldehyde group. Ketose, a carbohydrate that contain a ketone group. Triose, a carbohydrate having 3 carbon. Tetrose, a carbohydrate having 4 carbon. Aldopentose, a 5 carbon carbohydrate that contain aldehyde group. Ketohexose, a 6 carbon carbohydrate that contain a ketone group. നമ്മൾ ഇങ്ങനത്തെ പേരുകളൊക്കെ കേൾക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സിനകത്ത് എന്താണെന്നുള്ള മനസ്സിലാക്കുകയാണ്. ആൾഡോസ് എന്ന് പറഞ്ഞാൽ എ കാർബോഹൈഡ്രേറ്റ് ദാറ്റ് കണ്ടെയ്ൻ ആൻ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയാം ആൾഡോസ്. കീറ്റോസ് എന്ന് പറഞ്ഞാൽ എ കാർബോഹൈഡ്രേറ്റ് ദാറ്റ് കണ്ടെയ്ൻ എ കീറ്റോൺ ഗ്രൂപ്പ്. നമ്മൾ കെമിസ്ട്രിക്കകത്ത് ഇങ്ങനത്തെ കെമിക്കൽ പേരുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പറയണം എന്താണ് ഇതെന്നുള്ളത്. ഇങ്ങനത്തെയുള്ള ടേംസ് ഇതെല്ലാം കാർബോഹൈഡ്രേറ്റിന് ഉള്ള വിശേഷണങ്ങളാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു മോണോസാക്രൈഡ് ആണ് ഗ്ലൂക്കോസ്. നമ്മുടെ ശരീരത്തിന് ബ്ലഡ് ഷുഗർ എന്നാണ് അറിയപ്പെടുന്ന ഗ്ലൂക്കോസ്. ആൻഡ് ആൽഡോഹെക്സോസ് മോണോസാക്രൈഡ് കെമിക്കൽ ഫോർമുല C6H12O6. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, പണ്ട് തൊട്ടേ പഠിച്ചിട്ടുള്ള ഒരു ഫോർമുല ആണ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിന്റെ ഫോർമുല C6H12O6. ബയോളജിക്കലി ഇറ്റ് ഇസ് എ മെയിൻ സോഴ്സ് ഓഫ് മെറ്റബോളിക് എനർജി, ദ മെയിൻ സബ്സ്ട്രേറ്റ് ഇൻ ഗ്ലൈക്കോളിസിസ് ഇൻ ലിവിംഗ് തിങ്സ്. ഓക്കെ, ഏറ്റവും മെയിൻ സോഴ്സസ് ഓഫ് മെറ്റബോളിക് എനർജിയാണ് ഗ്ലൂക്കോസ്. എന്താണ് ഗ്ലൂക്കോസിന്റെ ഫോർമുല? C6H12O6. Glucose is the most abundant monosaccharide, a subcategory of carbohydrate. Glucose is mainly made up by plants and most algae during photosynthesis from water and carbon dioxide. Photosynthesis ഉൽപ്പാദിപ്പിക്കുന്നു using energy from sunlight, where it is used to make cellulose in cell walls, which is the most abundant carbohydrate.
ഗ്ലൂക്കോസിന്റെ പല ഉപയോഗങ്ങളാണ്. ഇതിന് ഗ്ലൂക്കോസ് ഇസ് ദ മോസ്റ്റ് അബണ്ടന്റ് മോണോസാക്കറൈഡ് ആണ്. ഇത് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ ആണ്. C6H12O6 അതിങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. CHO ഗ്രൂപ്പാണിത്. ആൽഡോസ് നമ്മുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത് ഗ്ലൂക്കോസിനകത്ത്, ഓർത്തിരിക്കുക. ആൽഡോഹെക്സോസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ബയോമോളിക്യൂൾസിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് തുടങ്ങിയത് അല്ലേ. എന്നിട്ട് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ NCERT ടെക്സ്റ്റ് വായിക്കുക. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.